ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഓരോ ദിവസവും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള ഒരു വിഷമമാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ. അപ്പോൾ വെറൈറ്റി തയ്യാറാക്കുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് നമുക്കിന്നൊന്ന് മാറ്റി പിടിച്ചാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി കുതിർത്ത് വയ്ക്കുക. ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെച്ച അരി അതിന് ശേഷമാണ് അരക്കാൻ എടുക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി സ്മൂത്തായി അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരി അരക്കാൻ വേണ്ടി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് പുഴുങ്ങലരിയുടെ ചോറ് ആണ്. അത് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. അതിനുശേഷം നാളികേരം ചിരകിയത് ഇതുപോലെ തന്നെ 1 ഗ്ലാസ് അളന്നെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി അരച്ചിട്ട് വരാം. ഇതിലും ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് സ്മൂത്തായി അരച്ചിട്ട് എടുക്കാം. ഇപ്പോൾ സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഈ ആദ്യം അരച്ച് വെച്ച അരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുമിളകൾ വരുന്നുണ്ടാവും. ഈ കുമിളകൾ വന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം രാവിലത്തേക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായി ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു കയ്യിൽ വെച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അരച്ച് വെച്ചതാണ്. അതാണ് രാവിലെ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിരിക്കും. ഒട്ടും തന്നെ പുളിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ചൂടായ ദോശക്കല്ലിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇതൊരു ഭാഗം ആയപ്പോൾ നമ്മൾ സാധാരണ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് മുട്ടക്കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.